നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാവേലിക്കസിൽ മറക്കാനാവാത്ത ദൃശ്യവിരുന്നായി ബീച്ചിലെത്തിയവരെ ക്യൂബിൽ കണ്ണഞ്ചിപ്പിച്ച് ക്യൂബോ ഇറ്റലി ഷോ. മാവേലിക്കസിന്റെ ബീച്ചിലെ വേദിയിലാണ് ഇറ്റാലിയൻ തിയേറ്റർ സംഘമായ ക്യൂബോ ഇറ്റലി പുതിയ ദൃശ്യാനുഭവം സമ്മാനിച്ചത്. സാങ്കേതികതയും നൃത്തവും അക്രോബാറ്റിക്സും വാസ്തുവിദ്യയും കൂട്ടിച്ചേർന്ന ത്രിമാന പ്രദർശനമാണ് ഇവർ അവതരിപ്പിച്ചത്. ക്രെയിനിൽ ഉയർത്തിയ ക്യൂബ് ആകൃതിയിലുള്ള രൂപത്തിനുള്ളിൽ അഭ്യാസ പ്രകടനവും വെർട്ടിക്കൽ ഡാൻസും കാണികൾക്ക് പുത്തൻ കാഴ്ച അനുഭവമാണ് സമ്മാനിച്ചത്. നൃത്തവും സാഹസിക പ്രകടനങ്ങളും ക്യൂബിനുള്ളിൽ നിന്നുള്ള ചാട്ടവുമെല്ലാം കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചു. വർണ്ണ വെളിച്ചത്തിലെ അഭ്യാസ പ്രകടനങ്ങളും പശ്ചാത്തല സംഗീതത്തിനൊത്തുള്ള നൃത്തവും നിഴലുകളുടെ വിന്യാസവും ചേർന്ന അപൂർവ ദൃശ്യാനുഭവമാണ് ക്യൂബോ ഇറ്റലി ഷോയിലൂടെ മാവേലിക്കസ് വേദിയിൽ അവതരിപ്പിച്ചത്. ജില്ലയിലെ പ്രധാന ബൈപ്പാസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാങ്കാവ് മേത്തോട്ടുതാഴം റോഡിനായി ഏറ്റെടുത്ത ഭൂമിയുടെ രേഖ കൈമാറൽ ചടങ്ങ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നഗരത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ വികസന സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മാങ്കാവ് ശ്മശാനം മുതൽ മേത്തോട്ട് താഴം വരെ 2 കിലോമീറ്റർ നീളത്തിൽ 18 മീറ്റർ വീതിയിൽ പുതിയ റോഡ് നിർമ്മിക്കുന്നതിനായി കോഴിക്കോട് കോർപ്പറേഷൻ 9.12 ഏക്കർ സ്ഥലം 31 കോടി രൂപ നൽകി വാങ്ങിയ ഭൂമിയുടെ രേഖ റവന്യൂ വകുപ്പിൽ നിന്നും മന്ത്രി ഏറ്റുവാങ്ങി. സ്ഥലം വിട്ടു നൽകിയ ഉടമസ്ഥരെയും മന്ത്രി ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലയിലെ പ്രധാന ബൈപ്പാസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് നിലവിൽ വരുന്നതോടെ ഗതാഗത കുരുക്കിനും ആശ്വാസമാകും. ചടങ്ങിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷയായി. അഹമ്മദ് ദേവർകോവിൽ MLA, ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ്, ഡോക്ടർ S ജയശ്രീ, P ദിവാകരൻ, PC രാജൻ, PK നാസർ, OP ഷിജിന, NC മോയിൻകുട്ടി, കവിത അരുൺ, MC അനിൽകുമാർ, MP സുരേഷ്, ഓമന മധു തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോടിന് പുത്തൻ കാഴ്ചകളുടെ പൊന്നോണം സമ്മാനിച്ച സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം മാവേലിക്കസിന് സമാപനം. ലുലു മാളിലെ വേദിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ ജനത ഓണപരിപാടികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചുവെന്നും അടുത്ത വർഷവും കോഴിക്കോട് അതിഗംഭീരമായി ഓണാഘോഷം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത വർഷത്തെ ഓണസമ്മാനമായി കോഴിക്കോടിനെ കനാൽ സിറ്റിയാക്കുന്ന പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ 4 മാധ്യമ അവാർഡുകളും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു. സിനിമ സംഗീത മേഖലയിലെ പ്രഗത്ഭരുടെ നേതൃത്വത്തിലുള്ള സംഗീത നൃത്ത പരിപാടികളും നാടകോത്സവം, നാടൻ കലാകാരന്മാരുടെ വിവിധ കലാപ്രകടനങ്ങൾ എന്നിവ കൊണ്ട് കോഴിക്കോടിനെ ആവേശപൂരത്തിലാക്കിയാണ് ഓണാഘോഷം കൊടിയിറങ്ങിയത്. ചടങ്ങിൽ MLA മാരായ അഹമ്മദ് ദേവർകോവിൽ, തോട്ടത്തിൽ രവീന്ദ്രൻ, മേയർ ബീന ഫിലിപ്പ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ്, ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, SK സജീഷ്, പ്രദീപ് ചന്ദ്രൻ, ഡോക്ടർ T നിഖിൽദാസ്, ശ്രീ പ്രസാദ് എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന് പിന്നണി ഗായിക ചിന്മയി ശ്രീപദ നയിച്ച സംഗീത പരിപാടി അരങ്ങേറി. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ എലത്തൂർ നിയോജക മണ്ഡലത്തിൽ ഒക്ടോബർ 4 നടത്തുന്ന പരാതി പരിഹാര അദാലത്തിലേക്കുള്ള അപേക്ഷകൾ സെപ്റ്റംബർ 20 വരെ സ്വീകരിക്കും. പരാതികൾ ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴിയും സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നേരിട്ടും സമർപ്പിക്കാം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.